കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയെയും പ്രതി ചേർക്കാൻ CBI. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുമെന്ന് സൂചന. ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് താരത്തിന് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വിജയെ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അതിനിടെ പ്രതി ചേർക്കാൻ വിജയെ പ്രതി ചേർക്കാനുള്ള നീക്കമുണ്ട്. എന്തായിരിക്കും നടപടികൾ? ഏതൊക്കെ വകുപ്പുകളായിരിക്കും ചുമത്തുക? ടോം, വിജയുടെ സിനിമകളിലുള്ളതിനേക്കാൾ വലിയ ട്വിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിജയുടെ ഈ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിജയുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായപ്പോൾ തന്നെ CBI ഉദ്യോഗസ്ഥർ പൂർണ്ണ തൃപ്തരായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പല മൊഴികളിലും. പ്രത്യേകിച്ച് പോലീസിനെതിരെയും ജില്ലാ ഭരണകൂടത്തിനെതിരെയും അദ്ദേഹം നടത്തിയിട്ടുള്ള പല ആരോപണങ്ങൾ, അതെല്ലാം ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിനപ്പുറം ഈ കരൂർ ദുരന്തത്തിൽ വിജയുടെ ഒരു നിരപരാധിത്വം തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു തെളിവുകളായി CBI കണക്കാക്കിയിരുന്നില്ല. അതുമാത്രമല്ല, വിജയ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ താമസിച്ചത് ഏതാണ്ട് 7 മണിക്കൂറോളം വിജയ് താമസിച്ചിരുന്നു. ഇതിന് കൃത്യമായൊരു വിശദീകരണം നൽകാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല. അതായത് ഈ എയർപോർട്ടിലും അതുപോലെ തന്നെ വഴിയിലും മൊത്തം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കുകളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ കരൂരിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇത് കാരണമാണ് ഇത്രയധികം താമസിച്ചത് എന്നാണ് വിജയ് CBIയോട് പറഞ്ഞത്. എന്നാൽ ഈ വിശദീകരണം CBIക്ക് അത്ര തൃപ്തികരമായി തോന്നിയില്ല. അതുപോലെ വിജയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിൽ ആ സമയത്ത് കരൂർ ദുരന്തം നടന്ന അതേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 9 പോലീസ് ഉദ്യോഗസ്ഥരെയും ഇന്ന് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിജയ്ക്കെതിരെ അതുപോലെ TVKക്കെതിരെയും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇത്രയധികം ജനപങ്കാളിത്തം കരൂരിൽ ഉണ്ടാകുമെന്ന് നേരത്തെ പോലീസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നതാണ്. നേരത്തെ 10,000 പേർ ഈ പരിപാടിക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കരൂരിൽ ഈ നിശ്ചിത സ്ഥലം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ TVK ഒരു ഔദ്യോഗികമായി തന്നെ ഒരു പെർമിഷൻ, ഒരു അനുമതി ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതനുസരിച്ചാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഈ സ്ഥലം അനുവദിച്ചത്. എന്നാൽ 10,000 അല്ല, അതും കവിഞ്ഞ് 3 ഇരട്ടി 30,000 ആളുകളാണ് ഈ സംഭവ സ്ഥലത്ത് കരൂർ ദുരന്തം നടന്ന ആ വേളയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ എത്തി, ഈ പരിപാടി ഇത്രയധികം ആളുകൾ അവിടെ എത്തും എന്നതിനെ സംബന്ധിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ എന്നതൊക്കെ ഒരു ചോദ്യങ്ങളാണ്. അതുപോലെ പോലീസ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ പോലീസിൻ്റെ കയ്യിലുള്ളതിന് സമാനമായിട്ടുള്ള വാക്കി ടോക്കികൾ അത് TVK പാർട്ടി മെമ്പേഴ്സിന് നൽകിയിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളുടെ തിരക്ക് കൂടുന്ന സമയത്ത് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നതും TVKക്കെതിരെയും വിജയ്ക്കെതിരെയും പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് CBI നിലവിൽ സാക്ഷി എന്നുള്ള നിലയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ള വിജയെ പ്രതിസ്ഥാനത്തേക്ക് മാറ്റുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയായിരിക്കും വിജയ്ക്കെതിരെ കേസെടുക്കുക എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 2ാം പകുതിയോടുകൂടി ഈ CBI പൂർണ്ണമായിട്ടുള്ള കേസിലെ പൂർണ്ണമായ കുറ്റപത്രം സമർപ്പിക്കും എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയുടെ രാഷ്ട്രീയ ഭാവിയും വലിയൊരു ചോദ്യചിഹ്നത്തിലേക്കാകും പോകുന്നത്. ഈ വിഷയത്തിൽ TVKയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ചെന്നൈയിൽ CBIയുടെ ആസ്ഥാനമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വിജയിയെ ഡൽഹിയിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത് പ്രത്യേകിച്ചും DMK തന്നെയാണ് ആ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത്. ഇതിൽ വിജയിയെ സമ്മർദ്ദം ചെലുത്തി വരുതിയിലാക്കാനുള്ള BJPയുടെ തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന രീതിയിലുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ എന്നാൽ വിജയെ ഈ കേസിൽ നിന്നും, അതായത് സംസ്ഥാന ഏജൻസി അന്വേഷിച്ചപ്പോൾ, പോലീസ് അന്വേഷിച്ചപ്പോൾ വിജയെ പ്രതി ചേർക്കാനോ മറ്റു നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല. CBIയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ കാര്യങ്ങൾ മറിയുന്നു. അതായത് വിജയ്ക്കൊപ്പമല്ല BJP എന്ന കൃത്യമായ സൂചന, വിജയ് കേസിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന കൃത്യമായ സൂചന തന്നെ CBI നൽകുന്നു, അല്ലേ? ടോമി, കേസിൻ്റെ ആദ്യഘട്ട അന്വേഷണം നോക്കുകയാണെങ്കിൽ ഈ DMK പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കാരണം വെട്ടിലായ ഒരു സാഹചര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ വിജയിയെ കേസിൽ പ്രതിയാക്കി കൂടുതൽ അദ്ദേഹത്തിനൊരു താരപരിവേഷം നൽകരുത് എന്നുള്ള ഒരു നിലപാടായിരുന്നു DMK സ്വീകരിച്ചിരുന്നത്. ഇത് കാരണം തന്നെ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച പോലീസോ SITയോ വിജയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അദ്ദേഹത്തെ പ്രതിപട്ടികയിലോ അല്ലെങ്കിൽ സാക്ഷിയായിട്ട് പോലും ചേർക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ഈ
ഇപ്പോൾ TVKയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള മെയ്യഴകൻ, അതുപോലെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള ബുസിയാനും നിർമ്മൽ കുമാർ എന്നിവരെ എല്ലാവരെയും പ്രതിപട്ടികയിൽ ചേർത്തിരുന്നു. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് BJP DMKക്കെതിരെ വളരെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നത്. അതും വിജയെ പിന്തുണച്ചുകൊണ്ട് DMKക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു ശൈലിയായിരുന്നു BJP ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക്, അതും DMKയുടെ അതേ മുന്നണിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസും വിഷയത്തിൽ വിജയ്ക്കൊരു പരോക്ഷ പിന്തുണ നൽകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ അവസരത്തിൽ DMK പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ വെട്ടിലായിരുന്നു. അതുപോലെ TVKയും ആ സമയത്ത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല, CBI അന്വേഷണം ഈ കേസിൽ വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടത് പ്രധാനമായിട്ടും രണ്ട് പാർട്ടികളാണ്. ഒന്ന് BJP, അതുപോലെ മറ്റൊന്ന് വിജയുടെ പാർട്ടിയായിട്ടുള്ള TVK തന്നെ. അപ്പോൾ TVK തന്നെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിലവിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യം ചെയ്യലിനോടും എല്ലാ നടപടിക്രമങ്ങളോടും അവരുടെ പാർട്ടി അംഗങ്ങൾ തന്നെ പൂർണ്ണമായും സഹകരിക്കുന്നത്. നേരത്തെ ഈ TVKയുടെ പ്രധാനപ്പെട്ട മറ്റ് പാർട്ടി അംഗങ്ങളെല്ലാം തന്നെ ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ വിജയും ഹാജരായിരിക്കുന്നത്. എന്നാൽ TVK തങ്ങൾ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തരാകും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏതൊക്കെ വകുപ്പുകളാണോ TVKക്കെതിരെ ചുമത്തിയിരുന്നത് ആ വകുപ്പുകളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കും, കേസിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക, ഇത് തന്നെയായിരുന്നു TVKയുടെ ഉദ്ദേശം. എന്നാൽ CBI ഈ കേസ് അന്വേഷിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷിച്ച സമയത്ത് വിജയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ CBI അന്വേഷണത്തിൽ വിജയ് പോലും പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും എന്ന് വിചാരിച്ചുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട TVK നിലവിൽ വെട്ടിലായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേടാൻ പോയാൽ അത് വലിയ തരത്തിൽ അവർക്ക് തിരിച്ചടിയാകും. ചിലപ്പോൾ ഈ കേസിൽ പ്രതി ചേർക്കുകയാണെങ്കിൽ വിജയ്ക്ക് പോലും, അതായത് TVK അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കുന്ന വിജയ്ക്ക് പോലും മത്സരിക്കാൻ കഴിയാതെയാകും. ഇത് പൂർണ്ണമായിട്ടും നിലവിൽ അവർക്കൊരു തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ ഏതൊക്കെ വകുപ്പുകളായിരിക്കും വിജയ്ക്കെതിരെ ചേർക്കുന്നത്, എന്തായിരിക്കും ഈ കേസിൻ്റെ അവസ്ഥ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിലെ ഘട്ടത്തിൽ നമുക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.